അമൃത് വേണി ഹെയർ എലിക്സർ പ്രസൻസ് ഡെയിലി ന്യൂസ് പ്രഭാത വാർത്തകൾ പവേർഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് KSFE. ഈ ആണുങ്ങൾക്ക് മാത്രം എന്താ ഇത്ര അധികം നെറ്റ് കെയറിലും ഹെയർ ലോസ് ഒക്കെ ഉണ്ടാവണേ? ആണുങ്ങളുടെ ഹെയർ ലോസിന്റെ മേജർ റീസൺസ് തന്നെ ഡിഫറെന്റ് ആണ്. സ്കാൽപ്പിലുള്ള 5 ആൽഫ റിഡക്ടേസ് എന്ന എൻസൈം നിങ്ങളുടെ ഹോർമോണുമായി ചേർന്ന് ഹെയർ ഫോളിക്കിൾസിനെ ചുരുക്കുന്നു. അമൃത് വേണി ഹെയർ എലിക്സർ ഫോർ മെൻ യൂസ് ചെയ്യൂ. പുരുഷന്മാർക്ക് വേണ്ടി ബയോടെക്നോളജി പ്രകാരം പ്രത്യേകം ഡെവലപ്പ് ചെയ്തത്. നമസ്കാരം, ഞാൻ ഡെയ്സി ബിജു. ഡെയിലി ന്യൂസിന്റെ പ്രഭാത വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് സെപ്റ്റംബർ 3 ചൊവ്വാഴ്ച. നിലമ്പൂർ MLA PV അൻവർ ഗുരുതര ആരോപണങ്ങൾ ഉന്നയിച്ച ADGP MR അജിത് കുമാറിനെയും പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിയെയും തലസ്ഥാനത്ത് നിന്നും മാറ്റാതെ അന്വേഷണം പ്രഖ്യാപിച്ച സംസ്ഥാന സർക്കാർ. മലപ്പുറത്തെ പോലീസ് ക്വാർട്ടേഴ്സിലെ മരമുറി കേസൊതുക്കാൻ PV അൻവർ MLAയെ ഫോണിൽ വിളിച്ച് സ്വാധീനിക്കാൻ ശ്രമിച്ച പത്തനംതിട്ട SP സുജിത് ദാസിനെയും സസ്പെൻഡ് ചെയ്യാതെ നടപടി സ്ഥലമാറ്റത്തിലൊതുക്കി. ADGP അജിത് കുമാറിനെ സ്ഥാനത്ത് നിലനിർത്തിക്കൊണ്ടുള്ള അദ്ദേഹത്തിനെതിരായ ആരോപണങ്ങളിൽ DGP ഷെയ്ഖ് ദർവേഷ് സാഹിബ് നേരിട്ടാണ് അന്വേഷണം നടത്തുക. പത്തനംതിട്ട SP ആയിരുന്ന സുജിത് ദാസിനോട് DGP ഷെയ്ഖ് ദർവേഷ് സാഹിബിന് മുന്നിൽ ഹാജരാകാനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. പത്തനംതിട്ട SP സ്ഥാനത്ത് വിജി വിനോദ് കുമാറിനെ നിയമിച്ച് സർക്കാർ ഉത്തരവിറക്കി. പത്തനംതിട്ട SPക്കെതിരെ കടുത്ത നടപടി സ്വീകരിച്ചാൽ അത് മറ്റു 2 പേർക്കെതിരെയും ശക്തമായ നടപടിയെടുക്കാൻ സമ്മർദ്ദമേറുമെന്ന കാരണത്താലാണ് SPക്കെതിരായ നടപടി സ്ഥലമാറ്റത്തിൽ ഒതുക്കിയതെന്നും ആരോപണം ഉയരുന്നുണ്ട്. AK ശശീന്ദ്രനെ മന്ത്രിസ്ഥാനത്തു നിന്നും മാറ്റാൻ NCPയിൽ സമ്മർദ്ദം. തോമസ് K തോമസ് MLAയാണ് മന്ത്രിസ്ഥാനത്തിനായി പടയൊരുക്കം നടത്തുന്നതെന്നാണ് റിപ്പോർട്ടുകൾ. അദ്ദേഹത്തിന് PC ചാക്കോയുടെ പിന്തുണയുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. മന്ത്രിസ്ഥാനത്ത് നിന്ന് മാറേണ്ടി വന്നാൽ താൻ MLA സ്ഥാനവും രാജിവെക്കുമെന്നാണ് ശശീന്ദ്രന്റെ ഭീഷണി. ഇതോടെ വിഷയത്തിൽ അന്തിമ തീരുമാനം ശരത് പവാറിന് വിട്ടതായാണ് സൂചന. AK ശശീന്ദ്രനെ മാറ്റണമെന്ന ആവശ്യം NCP സംസ്ഥാന നേതൃത്വം ചർച്ച ചെയ്തിട്ടില്ലെന്ന് പാർട്ടി സംസ്ഥാന അധ്യക്ഷൻ PC ചാക്കോ. അത്തരം ആവശ്യങ്ങളിൽ തീരുമാനമെടുക്കേണ്ടത് ശരത് പവാറാണെന്നും കൊച്ചിയിൽ നടന്ന ജില്ലാ പ്രസിഡന്റുമാരുടെ യോഗത്തിൽ മന്ത്രിയെ മാറ്റാൻ ഒരു ചർച്ചയും നടന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞു. നിലമ്പൂർ MLA PV അൻവർ ഉയർത്തിയ ആരോപണങ്ങളിൽ മുഖ്യമന്ത്രി പ്രഖ്യാപിച്ച അന്വേഷണം ആരോപണ വിധേയരെ രക്ഷിക്കാനെന്ന് KPCC പ്രസിഡന്റ് K സുധാകരൻ MP. മുഖ്യമന്ത്രിയുടെയും ഓഫീസിന്റെയും പങ്ക് അന്വേഷിക്കണമെന്നും സർക്കാരിന് കീഴിലുള്ള ഉദ്യോഗസ്ഥരെ വെച്ചുള്ള അന്വേഷണം സ്വീകാര്യമല്ലെന്നും കേസ് CBIക്ക് വിടണമെന്നും സുധാകരൻ ആവശ്യപ്പെട്ടു. സോളാർ കേസുമായി ബന്ധപ്പെട്ട് തനിക്കെതിരായ PV അൻവറിന്റെ ആരോപണത്തെക്കുറിച്ചുള്ള മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് പൊട്ടിച്ചിരിച്ച് KC വേണുഗോപാൽ. കേസ് കോടതി മുൻപാകെ വന്നല്ലോ എന്നും താൻ ആരെയും ഭയപ്പെടുന്നില്ലെന്നും KC വേണുഗോപാൽ കൂട്ടിച്ചേർത്തു. അതേസമയം ആരോപണ വിധേയരെ സംരക്ഷിക്കുന്ന സർക്കാർ നടപടിക്കെതിരെ രൂക്ഷ വിമർശനവും അദ്ദേഹം ഉന്നയിച്ചു. MLA PV അൻവറിന് പിന്നാലെ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിക്കെതിരെ വിമർശനവുമായി മുൻ ഇടത് സ്വതന്ത്ര MLA കാരാട്ട് റസാഖ്. P ശശി ധിക്കാരിയും അഹങ്കാരിയുമാണെന്നും പദവി ഉപയോഗിച്ച ഉദ്യോഗസ്ഥരുടെ കൊള്ളയ്ക്കും കൊലയ്ക്കും P ശശി സംരക്ഷണം നൽകുകയാണെന്നും പാർട്ടിക്കാർക്കല്ല കള്ളന്മാർക്കും കൊള്ളക്കാർക്കുമാണ് ശശി പരിഗണന നൽകുന്നതെന്നും റസാഖ് പ്രതികരിച്ചു. ഭരണപക്ഷ MLA PV അൻവറിന്റെ വെളിപ്പെടുത്തലുകൾ അതീവ ഗുരുതരമാണെന്നും മുഖ്യമന്ത്രി പിണറായി വിജയന് നേരെയാണ് ഈ ആരോപണങ്ങളുടെ കുന്തമുനയെന്നും മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് PMA സലാം. അൻവറിന്റെ ആരോപണങ്ങൾ നിസ്സാരമായി തള്ളിക്കളയാൻ കഴിയുന്നതല്ലെന്നും മുഖ്യമന്ത്രിയുടെ ഇഷ്ടത്തോഴന്മാരായ P ശശിക്കും അജിത് കുമാറിനും എതിരെയാണ് അൻവർ രംഗത്ത് വന്നിരിക്കുന്നതെന്നും PMA സലാം പറഞ്ഞു. മുഖ്യമന്ത്രിയുടെ സംഘത്തിലെ തലവന്മാരെക്കുറിച്ചാണ് അൻവർ വെളിപ്പെടുത്തലുകൾ നടത്തിയതെന്നും അതുകൊണ്ട് തന്നെ ഈ ആരോപണങ്ങളുടെ പ്രതിസ്ഥാനത്തുള്ളത് മുഖ്യമന്ത്രിയാണെന്നും PMA സലാം പറഞ്ഞു. നിസ്സാരമായി തള്ളിക്കളയാവുന്ന കാര്യങ്ങളല്ല MLA എന്ന നിലയ്ക്ക് അൻവർ നടത്തിയ വെളിപ്പെടുത്തലെന്ന് KM ഷാജി MLA. അൻവറിന്റെ ആരോപണങ്ങൾ മുഖവിലക്കെടുക്കേണ്ടതാണെന്നും ഇത് ADGP അജിത് കുമാറിലോ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിയിലോ നിൽക്കില്ലെന്നും 1ാം പ്രതി മുഖ്യമന്ത്രി പിണറായി വിജയനാണെന്നും അദ്ദേഹം ആരോപിച്ചു. മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ വിശദമായ സുരക്ഷാ പരിശോധന നടത്തും. 12 മാസത്തിനുള്ളിൽ ഇത് പൂർത്തിയാക്കാൻ മുല്ലപ്പെരിയാർ അണക്കെട്ട് മേൽനോട്ട സമിതിയുടെ ഇന്നലെ ചേർന്ന യോഗം തീരുമാനമെടുത്തു. കേരളത്തിന്റെ നിരന്തര ആവശ്യമായിരുന്നു വിശദമായ അണക്കെട്ട് സുരക്ഷാ പരിശോധന. ഇതിനാണ് ഇപ്പോൾ അംഗീകാരം ലഭിച്ചിരിക്കുന്നത്. നെഹ്റു ട്രോഫി വള്ളംകളി ഈ മാസം 28-ന് നടത്തണമെന്നാവശ്യപ്പെട്ട് വള്ളംകളി സംരക്ഷണ സമിതി കളക്ടർക്ക് നിവേദനം നൽകി. NTBR സൊസൈറ്റി യോഗം വിളിച്ച് എത്രയും വേഗം തീരുമാനമെടുക്കുമെന്നും കളക്ടർ വള്ളംകളി സംരക്ഷണ സമിതിക്ക് ഉറപ്പു നൽകി. ഈ ഓണം 100ാം ഓണം, സെലിബ്രേറ്റിംഗ് 100 years of പുളിമൂട്ടിൽ സിൽക്സ്.
സിനിമയിൽ അവസരം തരാമെന്ന് പറഞ്ഞ് ആലുവയിലെ വീട്ടിൽ കൊണ്ടുപോയി ബലാത്സംഗം ചെയ്തുവെന്ന ജൂനിയർ ആർട്ടിസ്റ്റിന്റെ ആരോപണത്തിൽ നടൻ ബാബുരാജിനെതിരെ കേസെടുത്തു. യുവതിയുടെ മൊഴി രേഖപ്പെടുത്തിയ ശേഷം അടിമാലി പോലീസാണ് കേസെടുത്തത്. ഉപദ്രവിക്കപ്പെട്ടതിന്റെ പിറ്റേ ദിവസം മാത്രമാണ് തനിക്ക് അവിടെ നിന്ന് രക്ഷപ്പെടാനായതെന്നും തനിക്കറിയാവുന്ന മറ്റു പെൺകുട്ടികൾക്കും ബാബുരാജിൽ നിന്ന് സമാന അനുഭവം ഉണ്ടായിട്ടുണ്ടെന്നും അവർ ആരോപിച്ചു. നടൻ ജയസൂര്യ ലൈംഗിക അതിക്രമം കാട്ടിയെന്ന നടിയുടെ പരാതിയിൽ പോലീസ് പ്രാഥമിക അന്വേഷണം തുടങ്ങി. തൊടുപുഴ പോലീസാണ് പ്രാഥമിക അന്വേഷണം തുടങ്ങിയത്. അന്വേഷണത്തിന്റെ ഭാഗമായി നടിയിൽ നിന്ന് പോലീസ് വിവരങ്ങൾ ശേഖരിച്ചു. തനിക്കെതിരെ ഉയരുന്ന ലൈംഗിക അതിക്രമ കേസിൽ പ്രതികരണവുമായി നടൻ സുധീഷ്. ജൂനിയർ ആർട്ടിസ്റ്റായ നടിയുടെ ആരോപണത്തിൽ വിശദമായി മറുപടി പറയുമെന്നും ചില കാര്യങ്ങൾ തുറന്നു പറയാനുണ്ടെന്നും വൈകാതെ മാധ്യമങ്ങളെ കണ്ട കാര്യങ്ങൾ അറിയിക്കുമെന്നും സുധീഷ് വിശദീകരിച്ചു. മലപ്പുറം എസ് പി ശശിധരനെതിരെ പരാതിയുമായി ബാബുരാജിനെതിരെ ലൈംഗിക പീഡനം ആരോപിച്ച യുവതി രംഗത്ത്. മലപ്പുറം എസ് പി ശശിധരനെതിരെ നടപടി ആവശ്യപ്പെട്ട് എറണാകുളം ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ യുവതി പരാതി നൽകി. വിവരം നേരത്തെ അറിഞ്ഞിട്ടും ശശിധരൻ കുറ്റം മറച്ചുവെച്ചെന്നാണ് പരാതിയിൽ പറയുന്നത്. MLA മുകേഷിന് ജാമ്യം നൽകരുതെന്ന് അന്വേഷണ സംഘം കോടതിയെ അറിയിച്ചു. ബലാത്സംഗ ആരോപണമാണ് MLAക്കെതിരെ ഉയർന്നിരിക്കുന്നതെന്നും കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യണമെന്നും അന്വേഷണ സംഘം കോടതിയിൽ ആവശ്യപ്പെട്ടു. ഹർജിയിൽ ഇന്നും വാദം തുടരും. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ അന്വേഷണം CBIക്ക് വിടണമെന്നാവശ്യപ്പെട്ട് ഹൈക്കോടതിയിൽ ഹർജി. അഭിഭാഷകരായ A. ജന്നത്ത്, അമൃത പ്രേംജിത്ത് എന്നിവരാണ് കോടതിയെ സമീപിച്ചത്. ഹേമ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട് നിലവിൽ നടക്കുന്ന അന്വേഷണവും CBIക്ക് കൈമാറണമെന്നാണ് ഹർജിയിലെ ആവശ്യം. പ്രശസ്ത സംഗീത സംവിധായകൻ മോഹൻ സിത്താര BJPയിൽ ചേർന്നു. തൃശൂർ സ്വദേശിയായ ഇദ്ദേഹം BJP ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് KK അനീഷ് കുമാറിൽ നിന്ന് അംഗത്വം സ്വീകരിച്ചു. ഓണത്തിനോടനുബന്ധിച്ച് സപ്ലൈകോ സംസ്ഥാന വ്യാപകമായി സെപ്റ്റംബർ 5 മുതൽ 14 വരെ ഓണം ഫെയറുകൾ സംഘടിപ്പിക്കുമെന്ന് ഭക്ഷ്യമന്ത്രി GR അനിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഓണം ഫെയറുകളുടെ സംസ്ഥാനതല ഉദ്ഘാടനം സെപ്റ്റംബർ 5 വൈകിട്ട് 5 മണിക്ക് കിഴക്കേക്കോട്ട EK നയനാർ പാർക്കിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും. സൌദി ജയിലിൽ കഴിയുന്ന കോഴിക്കോട് സ്വദേശി അബ്ദുൾ റഹീമിന്റെ ജയിൽ മോചനം ഉടനെ ഉണ്ടാകും. നടപടിക്രമങ്ങൾ അന്തിമഘട്ടത്തിലാണ്. നാട്ടിലേക്ക് പോകുന്നതിനുള്ള ഔട്ട് പാസുമായി ജയിലിൽ നിന്നും നേരിട്ടായിരിക്കും നാട്ടിലേക്ക് പോവുക. വാഹനാപകടത്തിൽ ഗുരുതര പരിക്കേറ്റ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ കഴിഞ്ഞ 6 മാസത്തോളമായി കോമയിൽ കഴിയുന്ന 9 വയസ്സുകാരിക്ക് മെച്ചപ്പെട്ട ചികിത്സ ഉറപ്പാക്കുമെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ്. കുട്ടിയുടെ ചികിത്സയ്ക്ക് അധിക സാമ്പത്തിക ബാധ്യത വരുന്നുണ്ടോ എന്ന് പരിശോധിച്ച് നടപടികൾ സ്വീകരിക്കുമെന്നും വീണ ജോർജ് പ്രതികരിച്ചു. ചേർത്തലയിൽ കാണാതായ നവജാത ശിശുവിന്റെ മൃതദേഹം അമ്മയുടെ ആൺ സുഹൃത്തിന്റെ വീട്ടിലെ ശൌചാലയത്തിൽ കുഴിച്ചിട്ട നിലയിൽ കണ്ടെത്തി. കുഞ്ഞിനെ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയെന്നാണ് ഇവർ മൊഴി നൽകിയിരിക്കുന്നത്. കുഞ്ഞിന്റെ അമ്മ ചേർത്തല ചേന്നം പള്ളിപ്പുറം 17-ാം വാർഡ് സ്വദേശിനി ആശ, സുഹൃത്ത് രതീഷ് എന്നിവരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. സംസ്ഥാനത്ത് അടുത്ത 7 ദിവസം വ്യാപകമായ നേരിയ ഇടത്തരം മഴയ്ക്കും ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ സെപ്റ്റംബർ 4 വരെ ശക്തമായ മഴയ്ക്കും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ അറിയിപ്പ്. കിഴക്കൻ വിദർഭയ്ക്കും തെലുങ്കാനയ്ക്കും മുകളിലായി സ്ഥിതി ചെയ്യുന്ന തീവ്ര ന്യൂനമർദ്ദം അടുത്ത 12 മണിക്കൂറിനുള്ളിൽ ശക്തി കൂടിയ ന്യൂനമർദ്ദമായി മാറാൻ സാധ്യതയുള്ളതിനാലാണ് കേരളത്തിൽ അടുത്ത ദിവസങ്ങളിൽ ശക്തമായ മഴ പ്രവചിക്കുന്നത്. എടോ എങ്ങനെയുണ്ട്? ഓണത്തിന് ഇതാണോ എടുക്കുന്നേ? ഓണക്കോടി വരും. അതെ, 10-ൽ ഒരാൾക്ക് ഈ സീരീസിൽ ഓണക്കോടി സമ്മാനം. മെഗാ സമ്മാനമാണെങ്കിലും പുതുപുത്തൻ ബെൻസ് കാർ. 2ാം സമ്മാനം ഇന്നോവ ക്രിസ്റ്റ, അതും 17 ഇത്തവണ സമ്മാനങ്ങളുടെ നക്ഷത്ര തിലക്കവുമായി KSFE ഗാലക്സി ചിട്ടികൾ. സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ ചെയർപേഴ്സൺ മാധവി പുരിബുച്ചിനെതിരെ ആരോപണവുമായി കോൺഗ്രസ്. 2017-2024 കാലത്ത് ICICI ബാങ്കിൽ നിന്ന് ശമ്പളമായി 12 കോടിയിലധികം രൂപ മാധവി കൈപ്പറ്റിയിട്ടുണ്ടെന്ന് കോൺഗ്രസ് വക്താവ് പവൻ ഖേര ആരോപിച്ചു. കൊൽക്കത്തയിലെ വനിതാ ഡോക്ടറുടെ കൊലപാതകത്തിൽ പ്രതിഷേധം കനക്കുന്നതിനിടെ ബലാത്സംഗ കേസ് പ്രതികൾക്ക് വേഗത്തിൽ ശിക്ഷ ഉറപ്പാക്കുന്ന നിയമ ഭേദഗതിക്ക് ബംഗാൾ സർക്കാർ നടപടി തുടങ്ങി. അപരാജിത വുമൺ ആൻഡ് ചൈൽഡ് ബിൽ 2024 ഇന്ന് നിയമസഭയിൽ അവതരിപ്പിക്കും. ഇതിനായി പ്രത്യേക നിയമസഭാ സമ്മേളനം ഇന്നലെ തുടങ്ങി. മുഖ്യമന്ത്രി മമതാ ബാനർജി ബിൽ സഭയിൽ അവതരിപ്പിക്കുമെന്നാണ് സൂചന. കൊൽക്കത്ത ആർജിക്കർ ആശുപത്രിയിലെ മുൻ പ്രിൻസിപ്പൽ സന്ദീപ് ഘോഷ് സാമ്പത്തിക തട്ടിപ്പ് കേസിൽ അറസ്റ്റിലായി. വനിതാ ഡോക്ടർ ക്രൂര ബലാത്സംഗത്തിനിരയായി കൊല്ലപ്പെട്ട ആർജിക്കർ ആശുപത്രിയിലെ സാമ്പത്തിക തട്ടിപ്പിനെക്കുറിച്ച് CBI അന്വേഷണം നടത്തുന്നുണ്ട്. ആശുപത്രിയിലേക്ക് രോഗികൾക്കാവശ്യമായ ഉപകരണങ്ങൾ വാങ്ങിയതിലെ ക്രമക്കേട് ഉൾപ്പെടെയാണ് അന്വേഷിക്കുന്നത്. രൂക്ഷമായ മഴക്കെടുതിയിൽ വലഞ്ഞ് ആന്ധ്ര തെലങ്കാന സംസ്ഥാനങ്ങൾ. മഴക്കെടുതിയിൽപ്പെട്ട് ആന്ധ്രാപ്രദേശിൽ 17 പേരും തെലങ്കാനയിൽ 10 പേരും മരിച്ചു. ഇരു സംസ്ഥാനങ്ങളിലെ മിന്നൽ പ്രളയം ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണമെന്ന് തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി ആവശ്യപ്പെട്ടു.
ആന്ധ്രയിൽ വെള്ളം കയറിയ താഴ്ന്ന മേഖലകളിൽ നിന്ന് ഏതാണ്ട് 13,000-ഓളം പേരെ മാറ്റിപ്പാർപ്പിച്ചെന്നാണ് കണക്ക്. റെയിൽവേ ട്രാക്കുകളിലും റോഡുകളിലും വെള്ളം കയറിയതോടെ കേരളത്തിലേക്കുൾപ്പെടെയുള്ള 140 തീവണ്ടികൾ കഴിഞ്ഞ ദിവസങ്ങളിൽ റദ്ദാക്കുകയോ വഴിതിരിച്ചുവിടുകയോ ചെയ്തു. കാർഷിക മേഖലയുടെ ഉന്നമനത്തിനായി 13,966 കോടി രൂപയുടെ പദ്ധതികൾക്ക് കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് കാർഷിക പ്രവർത്തനങ്ങൾക്ക് പിന്തുണ നൽകാൻ ലക്ഷ്യം വെച്ചുള്ള പദ്ധതികൾക്ക് അംഗീകാരം നൽകിയത്. ജമ്മു കാശ്മീരിലെ സുൻജാനിൽ സൈനിക കേന്ദ്രത്തിന് നേരെ ഭീകരരുടെ വെടിവയ്പ്. ഒരു സൈനികന് പരിക്കേറ്റു. ഭീകരരെ കണ്ടെത്താനായി സൈന്യം പ്രദേശത്ത് വ്യാപക തിരച്ചിൽ തുടങ്ങി. പാരാലിമ്പിക്സിൽ ഇന്ത്യയ്ക്ക് 3ാം സ്വർണം. പുരുഷ ജാവലിൻ ത്രോ F64 വിഭാഗത്തിൽ സുമിത് ആന്റിൽ സ്വർണം നേടി. പാരാലിമ്പിക് റെക്കോർഡായ 70.59 മീറ്റർ ദൂരം എറിഞ്ഞാണ് സുമിത് 1ാം സ്ഥാനത്ത് എത്തിയത്. പുരുഷ സിംഗിൾസ് ബാഡ്മിന്റൺ SL3 ഇനത്തിൽ നിതേഷ് കുമാറും ഇന്നലെ സ്വർണം നേടിയിരുന്നു. ഇതോടെ പാരാലിമ്പിക്സിൽ ഇന്ത്യയ്ക്ക് 14 മെഡലുകളായി. 3 സ്വർണവും 5 വെള്ളിയും 6 വെങ്കലവുമാണ് ഇന്ത്യ ഇതുവരെ നേടിയത്. ഇതോടുകൂടി ഡെയിലി ന്യൂസിന്റെ ഇന്നത്തെ പ്രഭാത വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിന് വേണ്ടി വാർത്തകൾ വായിച്ചത് ഡെയ്സി ബിജു. ഡെയിലി ന്യൂസ് ലൈവ് .in വാർത്തകൾ വിരൽ തുമ്പിൽ.